ഒരുപാട് ഓവർനൈറ്റ് ബസ് ജേർണീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും രാത്രി വല്ലാത്ത ഡീപ്പ് സ്ലീപ്പിൽ തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികൻ്റെ തോളിലോട്ട് ചാഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, അവർ ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ മിക്കവാറും കേസസിൽ ഈ സഹയാത്രികൻ പരിചയമില്ലാത്തവരാണ്. അവർ തട്ടി വിളിക്കും, മാം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ചിലർ ഒരു സ്പർശന സുഖമല്ലേ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു തമാശ രൂപേണ ഇരുന്ന് അവരങ്ങ് കിടന്നുറങ്ങും. ഇനി ഈ ഒരാണ് ഇയാളുടെ തോളിൽ ചാഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട്, കണ്ടോ ഈ സ്ത്രീ എന്നെ ലൈംഗികമായി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഗൈസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ സ്ഥിതി? ആ സ്ത്രീയുടെ കാര്യം എന്തായേനെ? ഉറക്കത്തിൽ ചെയ്തു പോയൊരിത്. ഇപ്പോഴും ചില ബസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വെളുപ്പിനെ എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി രാത്രി ഒരു നേരത്തെ വീട്ടിൽ പോകുന്ന ചില ലേഡീസ് വായും പൊളിച്ച് കിടന്നുറങ്ങി അടുത്തുള്ള ആളുടെ മേത്തോട്ട് വീഴും. ഇത് ലൈംഗിക ചേഷ്ടകൾ വല്ലതുമാണോ? അല്ല. ഇറ്റ്സ് ജസ്റ്റ് ഹ്യൂമൻ. ഓടുന്നൊരു ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഉണ്ടാവും. ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്നൊരാൾ അനാവശ്യമായിട്ട് തൊട്ടു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ആദ്യം തോന്നുന്ന ഒരു അറപ്പും വെറുപ്പും ഒരു റിപ്പൾഷനുമാണ്. ഞാൻ എന്നിലോട്ട് തന്നെ അങ്ങ് ചുരുങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതികരണ ശേഷി വീണ്ടെടുത്ത് ഞാൻ ഒച്ചയെടുക്കും. ഒന്ന് നീങ്ങി നിൽക്ക്. എൻ്റെ ടോൺ ഇങ്ങനെ ഇരിക്കും. എന്താടോ താനീ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാം. ആ ബസ്സിലുള്ള സകലരും എനിക്ക് എഗൻസ്റ്റ് ആണെങ്കിലും ഞാൻ ഒച്ചയും ബഹളവും വെച്ചേനെ. ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞേനെ സങ്കടം കൊണ്ട്. ഇറ്റ്സ് നാച്ചുറൽ. ഇങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ചിലപ്പോൾ നല്ലവരായ ചിലപ്പോൾ കണ്ടക്ടേഴ്സ് യാത്രക്കാരുണ്ടെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു ചിലപ്പോൾ അതൊരു പോലീസ് കേസും ആയേനെ. പക്ഷേ ഒരിക്കലും എന്നെ ഒരാൾ അനാവശ്യമായിട്ട് തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ അതിൻ്റെ ഫിൽറ്ററും എല്ലാം നല്ല ആംഗിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, ആഹാ താൻ എന്നെ തൊടുകയാണല്ലേടാ, താൻ തൊട്ട് ഞാനിത് എല്ലാവരെയും കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഫോണും വെച്ചുകൊണ്ട് ഞാൻ നിൽക്കില്ല. ഐ കനോട്ട് ഡു ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനി നോർമൽ വുമൺ ക്യാൻ ഡു ദാറ്റ്. പറ്റില്ല. ഇതിലെ ജെനുവിനിറ്റി എന്താണ് എന്നെന്ന് അറിഞ്ഞിട്ട് പക്ഷേ ഈ ലേഡി ചെയ്തത് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു. സംബഡി കിൽഡ് ഹിംസെൽഫ് ഫോർ ദിസ് ആൻഡ് വി ആർ ബീങ് ബ്ലെയിംഡ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ത്രീ ഒരു സോ കോൾഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നു. ഈ സൈക്കോളജിസ്റ്റുകളോട് ഒരു ചോദ്യം, നിങ്ങൾ സൈക്കോളജി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യ മനസ്സിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ബാക്കിയുള്ളവരെ സഹായിക്കാനും വേണ്ടിയല്ലേ? ചിലർ സൈക്കോളജി എടുക്കുന്നത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, ഒരു ത്രില്ലിന് വേണ്ടിയാണ്. പക്ഷേ എനിക്കൊരു 5 സൈക്കോളജിസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് 3 പേർക്കും വട്ടാണ്. സോറി സൈക്കോളജിസ്റ്റ്, എന്നോടൊന്നും തോന്നരുത്. 3 ഫ്രണ്ട്സും ഇങ്ങനെയാണ്. തൊട്ടതിന് പിടിച്ചതിനൊക്കെ സൈക്കോളജി കാണുന്നു. ഇതാണ് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. ഈ ലേഡി തന്നെ ഒരു സ്റ്റഡി ക്ലാസ് എടുത്തിരുന്നു. ഇയാൾ ഈ കാണിക്കുന്നത് സെക്ഷൽ ബൗണ്ടറീസ് എൻക്രോച്ച് ചെയ്യുകയാണ്. നമുക്ക് ആ സ്റ്റഡി ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ 5 സൈക്കോളജിസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 3 എണ്ണത്തിനും വട്ടാണ്. 2 എണ്ണം നല്ലവരാണ്, ജെനുവിനാണ്. അവരിപ്പോഴും നല്ലോണം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻ്റ് പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് നടക്കാറുമില്ല. ദ ട്രൈങ് ടു ഹെൽപ്പ് പീപ്പിൾ. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള ആ ഗ്രൂപ്പിനെ തന്നെ തരം താഴ്ത്തുകയാണ് ഈ ലേഡി ചെയ്യുന്നത്. ബ്ലെയിം ഇറ്റ് ഓൺ സൈക്കോളജി. ഞങ്ങൾക്ക് സൈക്കോളജിയുടെ സ്റ്റഡി ക്ലാസ് വേണ്ട. നിങ്ങൾ വേണ്ടെടുത്ത് പ്രതികരിക്കുക. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും സൈക്കോളജി തലയ്ക്ക് പിടിക്കാത്ത കാലത്തും ആൾക്കാർ പ്രതികരിച്ചിരുന്നു. നമുക്കത് മതി. നമുക്ക് ആരെയും കൊല്ലണ്ട. ഈ ആണിന് പകരം ഒരു സ്ത്രീ ആയിരുന്നു ഇന്ന് കേരളം നിന്ന് കത്തിയേനെ അല്ലേ? പുരുഷ കമ്മീഷൻ വരണോ?